ആരോപണക്കുരുക്കിൽ താരസംഘടന അമ്മ. ടിനി ടോമിനെതിരായ പരാതിയിൽ ഉറച്ച അൻസിബ ഹസൻ. ടിനിക്കെതിരെ പരാതിയുമായി നീന കുറുപ്പും. കുടുംബ സംഗമത്തിനിടെ കയ്യേറ്റത്തിന് ശ്രമിച്ചെന്ന ആരോപണം. അൻസിബയ്ക്കും നീന കുറുപ്പിനുമെതിരെ ലക്ഷ്മിപ്രിയ. കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന് ഉന്നത ബന്ധങ്ങൾ. ഗുണ്ടകളും പോലീസും അടുപ്പക്കാരെന്ന് സിന്ധു. നാട്ടിൽ മാത്രമല്ല ദുബായിലും സുരക്ഷിതരെന്ന് സിന്ധുവിന്റെ ഓഡിയോ സന്ദേശം. കൊച്ചിയിലെ പുതിയ പരാതിയിലും കേസെടുത്ത് പോലീസ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ് ഡോക്ടർ രത്തൻ ഖേൽക്കർ. അവധി ദിനത്തിലെ നിയമനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കനത്ത തോൽവിക്ക് പിന്നാലെ പയ്യന്നൂർ സിപിഎമ്മിൽ പൊട്ടിത്തെറി. പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ ചേരിതിരിഞ്ഞ് രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. ബി കുഞ്ഞികൃഷ്ണനായി രഹസ്യ ക്യാമ്പയിൻ നടത്തി നേതാക്കൾ വോട്ട് മറിച്ചെന്ന് വിമർശനം. രക്തസാക്ഷി ഫണ്ടിലെ യഥാർത്ഥ കണക്ക് തുറന്നു പറയണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി വി ഡി സതീശന് എറണാകുളത്ത് വൻ സ്വീകരണം. മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും അടക്കം താരപ്രമുഖരും പരിപാടിയിൽ. സതീശന് ആശംസ നേർന്ന് മമ്മൂട്ടി. ഞാന് 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തൃശൂരിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യത. കാലവർഷം മറ്റന്നാൾ കേരള തീരത്തെത്തും. പകർച്ചവ്യാധി പ്രതിരോധം പൂർണ്ണമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ബക്രീദിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ച സർക്കാർ. മെയ് 27-നും 28-നും പൊതു അവധി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാധകം. സ്വർണം ആവശ്യപ്പെട്ട് നിരന്തര പീഡനം. ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ ആസിഡ് കഴിച്ച് ജീവനൊടുക്കി കാസർഗോഡ് സ്വദേശിനി. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട അടൂരിൽ ടോറസ് ലോറി വീട്ടിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പറക്കോട് സ്വദേശിനി മറിയം ബീവി. കൊച്ചിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. എറണാകുളത്ത് KSRTC മിന്നൽ ബസ് ഓടയിലേക്കിറങ്ങി അപകടം. അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും വെടിവയ്പ്. വൈറ്റ് ഹൌസിന് നേരെ വെടിയുതിർത്ത അക്രമി കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ആക്രമണം പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിലുണ്ടായിരുന്നപ്പോൾ.